നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് നൗഷാദ്. വെൽക്കം ടു ടെക്നീഷ്യൻ മീഡിയ. ഇന്നത്തെ വീഡിയോയിലൂടെ ഒരു സോളാർ പാനൽ എങ്ങനെ നമ്മുടെ വീട്ടിൽ ഫിറ്റ് ചെയ്ത് കറണ്ട് ബില്ല് ലാഭിക്കാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാ ഞാനൊരു സോളാർ പാനൽ എടുത്തിട്ടുണ്ട്. ലൂം സോളാറിൻ്റെ 75 വാട്ട്സിൻ്റെ മോണോ ക്രിസ്റ്റലൈൻ പാനൽ. ഇത് ഞാൻ അൺബോക്സ് ചെയ്തിട്ടില്ല. ആദ്യം നമുക്കിത് ബോക്സിൽ നിന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ പാനൽ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം, ഇതാണ് ഇതിൻ്റെ ബാക്ക് ഭാഗം കേട്ടോ. ഇത് നമ്മുടെ വീട്ടിൽ ഈ ഒരു സോളാർ പാനൽ ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പാനൽ ഡയറക്റ്റായിട്ട് നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ വീട്ടിലുള്ള ഇൻവെർട്ടറിലേക്ക് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സാധനം കൂടി നമുക്ക് ആവശ്യമാണ്. ലൂമിനസിൻ്റെ സോളാർ റെട്രോഫിറ്റ് സൊല്യൂഷൻ SRS 1220 LED, അതാണ് ഇതിൻ്റെ മോഡൽ നമ്പർ കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് സാധനം. ഇത് നമ്മുടെ വീട്ടിലുള്ള ഇൻവെർട്ടറിലേക്ക് ഇൻവെർട്ടറിൻ്റെ ഇൻപുട്ടും ഔട്ട്പുട്ടും നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ബാറ്ററിയിലേക്കുള്ള കണക്ഷനും പാനലിലേക്കുള്ള കണക്ഷനും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള പണികളെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ചെയ്തോളും. പകൽ സമയത്ത് പാനൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് ഈ ചാർജ് കൺട്രോളിലൂടെ കയറിയിട്ട് ഇൻവെർട്ടറിലൂടെ ബാറ്ററി ചാർജ് ആവും. അതേസമയം രാത്രിയിൽ പാനൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാത്ത സമയത്ത് ഡയറക്റ്റായിട്ട് ഇലക്ട്രിസിറ്റിയുടെ കറണ്ടിൽ നിന്നും ബാറ്ററി ചാർജ് ചെയ്യും. ആ രൂപത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്യുക എന്ന് നോക്കാം. അപ്പോൾ അതാ 2.5ൻ്റെ 2 വയറുകൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു കറുപ്പും ഒരു ചുവപ്പും. വയറുകൾ അങ്ങോട്ട് മാറി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ഒരു കണക്ടർ വെച്ചിട്ട് ഈ പാനലിലെ വയറുകൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ ഓളിൻ്റെ മേലെയായിട്ട് ഈ പാനൽ അങ്ങോട്ട് വെക്കുകയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ സോളാർ പാനൽ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടിയിലുള്ള കൺട്രോളറും കാര്യങ്ങളും ഫിറ്റ് ചെയ്യാം. അതിന് മുമ്പായിട്ട് ഇതിൻ്റെ കൂടെ തന്നെ വെക്കാൻ വേറെ 2 ചെറിയ പാനൽ കൂടി എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ കാണിച്ചു കേട്ടോ. ലൂം സോളാറിൻ്റെ 75 വാട്ട്സിൻ്റെ പാനലിൻ്റെ കൂടെ ഒരു കൊഡാക്കിൻ്റെ 10 വാട്ട്സിൻ്റെയും 5 വാട്ട്സിൻ്റെയും പാനൽ കൂടി ഞാൻ കൂട്ടിയിട്ടുണ്ട്. ഈ പാനലുകളെല്ലാം തന്നെ കയറ് ഉള്ളിലുള്ള ഹുക്കിൽ പിടിച്ചിട്ട് അകത്തുള്ള പട്ടികയിൽ കെട്ടിയിട്ടുണ്ട്. എന്നിട്ട് ആ 3 വയറുകളും ഞാൻ 3 പാനലിൻ്റെയും മൊത്തം 6 വയറുകൾ ഞാൻ വീടിൻ്റെ ഉള്ളിലേക്ക് ഇറക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അടിയിലുള്ള കണക്ഷനുകൾ കൊടുക്കാം. വേറൊരു കാര്യം പറയാൻ വിട്ടുപോയിട്ടോ, നമ്മളെ ചാർജ് കൺട്രോളർ ഓട്ടോമാറ്റിക്കായിട്ട് സോളാറിൽ നിന്നും ചാർജ് കയറും. അതല്ല, നമുക്ക് മാനുവലായിട്ടും ചെയ്യാനായിട്ട് സാധിക്കും. അതായത് കറണ്ടിൽ നിന്ന് ചാർജ് ചെയ്യണോ അതോ സോളാറിൽ നിന്ന് ചാർജ് ചെയ്യണോ എന്നുള്ളത് സെലക്ട് ചെയ്യാനായിട്ട് ഈ ചാർജ് കൺട്രോളറിൻ്റെ സൈഡിലായിട്ട് 3 സ്വിച്ചുകൾ നമുക്ക് കാണാൻ പറ്റും. അതുവഴി നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ചാർജ് ചെയ്യണോ അതോ മാനുവലായിട്ട് ചെയ്യണോ എന്നുള്ളത് സെലക്ട് ചെയ്യാം. നല്ല മഴക്കാറ് മൂടി നിൽക്കുന്ന സമയമാണ്. മഴ പെയ്ത് ഇപ്പോൾ തോർന്നതേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ പാനൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഈ കാണുന്നത് 5 വാട്ട്സിൻ്റെ പാനലിൽ നിന്നുള്ള വയറാണ്. ഈ കാണുന്നത് 10 വാട്ട്സിൻ്റെ പാനലിൽ നിന്നുള്ള വയറാണ്. ഇപ്പോൾ കാണുന്നത് നമ്മൾ അവസാനം വെച്ച വലിയ 75 വാട്ട്സിൻ്റെ പാനലിൽ നിന്നുള്ള വയറാണ്. അടുത്തതായി കൺട്രോളറിൻ്റെ പുറകിലായിട്ടുള്ള ലെഗുകളിൽ നമുക്ക് വയറുകൾ കണക്ട് ചെയ്യാം. ഇടത് സൈഡിൽ പാനലിൻ്റെ കണക്ഷനും വലത് സൈഡിൽ ബാറ്ററിയുടെ കണക്ഷനുമാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ കണക്ട് ചെയ്യേണ്ടത് ബാറ്ററിയുടെ കണക്ഷനാണ്. ബാറ്ററിയിലേക്ക് ഒരു പോസിറ്റീവും നെഗറ്റീവും വയറെടുത്ത് ആ ബാറ്ററിയുടെ ആ ഒരു സിമ്പിൾ കാണുന്ന ഭാഗത്ത് പോസിറ്റീവും നെഗറ്റീവിലും കണക്ട് ചെയ്യുക. എന്നിട്ട് ആ വയറുകൾ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യുക. ആദ്യം ബാറ്ററിയുടെ വയറാണ് കണക്ട് ചെയ്യേണ്ടത്. അതിനുശേഷം 3 പാനലിൽ നിന്നും വരുന്ന 3 വയറുകളും കൂട്ടിപ്പിരിച്ച് പോസിറ്റീവ് വേറെയും നെഗറ്റീവ് വേറെയും കൂട്ടിപ്പിരിച്ച് പോസിറ്റീവ് എന്ന് അടയാളപ്പെടുത്തിയ ഭാഗത്ത് പോസിറ്റീവ് കണക്ട് ചെയ്യുക, നെഗറ്റീവ് എന്ന് അടയാളപ്പെടുത്തിയ ഭാഗത്ത് നെഗറ്റീവും കണക്ട് ചെയ്യുക. അതിനുശേഷം കൺട്രോളറിലേക്കുള്ള ഇൻപുട്ടും ഔട്ട്പുട്ടും വയറുകൾ നമുക്ക് കണക്ട് ചെയ്യാം. മെയിൻ വയറുകൾ കേട്ടോ. അതിനായിട്ട് 3 വയറുകൾ, ഒരു ഫേസും ന്യൂട്രും എർത്തും പുറത്തേക്ക് ആൾറെഡി കമ്പനി ഇട്ട് വെച്ചിട്ടുണ്ട്. അതിൽ നമ്മളൊരു പിന്ന് കണക്ട് ചെയ്തിട്ട് ആ പിന്നെ നമ്മൾ ഇൻവെർട്ടറിൻ്റെ പുറകിലുള്ള ആ ഒരു സോക്കറ്റിലേക്ക് കുത്തിവെക്കുക. അങ്ങനെ വയറുകളൊക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കണക്ട് ചെയ്യാനുള്ള ഭാഗങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇത് കണ്ടോ, ഇത് മെയിൻ വയർ കണക്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇതാ ഇതിലേക്കുള്ള ഇൻപുട്ട് വയർ നമ്മളിതാ ഇതിലായിട്ട് കണക്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഇൻവെർട്ടറിൽ നിന്ന് വരുന്ന ഈ ഒരു പിന്നുണ്ടല്ലോ, ഇൻവെർട്ടറിലേക്ക് ചാർജ് ചെയ്യാനുള്ളത്,
അത് നമ്മൾ ഇതിലേക്കും കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ സംഭവം എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം ഇവൻ ചെയ്തോളും. സോളാറിൽ ഈ സോളാർ പാനലിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത്, വെയിലുള്ള സമയത്ത് ഈ ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് സോളാർ പാനലിലുള്ള കറണ്ട് എടുക്കും. അതിൽ രാത്രി സമയങ്ങളിൽ ബാറ്ററിയിലെ ചാർജ് കുറയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നേരിട്ടുള്ള കറണ്ടിൽ നിന്നും ബാറ്ററിനെ ചാർജ് ചെയ്യേണ്ട പണിയും ഇവൻ ചെയ്തോളും. അപ്പോൾ കണ്ടോ, നേരത്തെ ചെയ്തിട്ടുള്ള ഈ ഔട്ട്പുട്ട് വയർ നമ്മൾ ഇൻവെർട്ടറിൽ നിന്ന് തന്നെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ കണക്ഷനും കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ വെച്ചിട്ടുള്ളത് മൊത്തം ഈ 3 പാനലും കൂടി 90 വാട്ട്സാണ്. ഈ 90 വാട്ട്സ് കൊണ്ട് എൻ്റെ വീട്ടിലെ കറണ്ട് ബില്ലിൽ കാര്യമായ വ്യത്യാസം വരുത്താൻ പറ്റുമോ ഇല്ല എന്നുള്ളത് നമുക്ക് അടുത്ത പ്രാവശ്യത്തെ ബില്ല് വരുമ്പോഴേ കറക്റ്റ് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു ദിവസത്തെ ആവറേജ് ഉപയോഗം എന്നുള്ളത് 2 യൂണിറ്റ് മുതൽ 3 യൂണിറ്റ് വരെയാണ്. ഇപ്പോൾ ഇന്നലെ ഫിറ്റ് ചെയ്തതിന് ശേഷം ഞാൻ നോക്കുമ്പോൾ 1 യൂണിറ്റേ വന്നിട്ടുള്ളൂ. എന്തായാലും ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ അടുത്ത പ്രാവശ്യത്തെ കറണ്ട് ബില്ല് വരുമ്പോൾ ഞാൻ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ലൂം സോളാറിൻ്റെ ഈ 75 വാട്ട്സിൻ്റെ പാനലിൻ്റെ വില 4000 രൂപയാണ്. അതേപോലെ തന്നെ ചാർജ് കൺട്രോളറിൻ്റെ വില 2200 രൂപയാണ്. പർച്ചേസ് ചെയ്യേണ്ടവർക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും കൊടുക്കാം. അപ്പോൾ അത്രയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിൽ ഇടുക. അതേപോലെ തന്നെ ഈ സോളാർ ഇൻസ്റ്റാളേഷനുമായി ബന്ധപ്പെട്ടിട്ട് എക്സ്പെർട്ടുകൾ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തിട്ടുള്ളതിൽ എന്തെങ്കിലും പിഴവുകളും കാര്യങ്ങളുണ്ടെങ്കിൽ അതും കമൻറ്റിൽ പറയാം. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.